ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഫാമിലിയായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ്, ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എത്ര ഉള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. ഗെയ്സ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ട്രഷറിയിലാണ് ഗെയ്സ്. ഇവിടുത്തെ ഈസ്റ്റോട്ടുള്ള ട്രഷറിയിലാണ്. ഇപ്പോൾ അവിടെ നമ്മുടെ മാമൻ്റെ കൂടെ വന്നതാണ് ഗെയ്സ്. ഇതാണോ ഫോൺ? ഇല്ലയാണല്ലേ. അപ്പോൾ നമ്മളിവിടെ മസ്റ്ററിങ്ങിന് നിൽക്കുകയാണ് അമ്മമ്മയുടെ. അതായത് വർഷാവസാനമാണ് നമ്മൾ മസ്റ്ററിങ് കാര്യങ്ങളൊക്കെ എല്ലാ വർഷവും ചെയ്യണം. അപ്പോൾ കറക്റ്റ് പേപ്പേഴ്സും കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് സ്റ്റാഫുകളൊക്കെ ഊണഴിക്കാൻ പോയിട്ട് ഇപ്പോൾ വന്നുള്ളൂ. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പേര് നിൽക്കുകയാണ് ക്യൂവിലൊക്കെ. അപ്പോൾ നമ്മൾ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കണമെങ്കിൽ സഹകരിച്ചാൽ പറ്റുള്ളൂ. നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാണ്. നമ്മളപ്പോൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെയാണ് ഇപ്പം വിഷ്വലിൽ വരുന്നത്. നിങ്ങൾ ഗെയ്സ്, അപ്പോൾ നിങ്ങൾ വിഷ്വലിൽ കണ്ടാൽ നമുക്കൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് പറയുന്നത്, വേറെ ഡോക്യുമെൻറ്റ്സൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ സാംസ്കാരിക വകുപ്പിൻ്റെ ഓഫീസാണ് ഗെയ്സ്. ഇപ്പോൾ നിങ്ങൾ വിഷ്വലിൽ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇനി നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ ഒരു ചായ കുടിച്ച് ട്രഷറിയിൽ നിന്ന് ഇറങ്ങി ചായ കുടിക്കാനുള്ള സെറ്റപ്പിലാണ്. ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എല്ലാം കൊണ്ടുവന്നേനില്ല. എല്ലാം വേണമെന്ന് പറയണല്ലേ തന്നെ. ഗെയ്സ്, നമ്മൾ ട്രഷറിയുടെ അടുത്തുള്ള ചായ കടയിൽ നിൽക്കുകയാണ് ഗെയ്സ്. ഇവിടെ പുള്ളിയെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. പുള്ളി ഇവിടെ ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. ചായ ഒരാൾ വ്ളോഗ് എടുത്ത് മറിയുകയാണ് ഗെയ്സ്. ഗെയ്സ്, അപ്പോൾ നമ്മൾ സ്ഥിരം അവിടെ നിന്ന് പുളി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പം വാങ്ങിക്കുകയാണ്. ഇവിടെ വന്ന സ്ഥിതി നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ പോകാൻ തന്നിരിക്കുകയാണ് ഗെയ്സ്. ഇത് നമ്മൾ ട്രഷറിയോട് ചേർന്നിരിക്കുന്ന കടയാണ് ഗെയ്സ്. ഇതാണ് നമ്മൾ ട്രഷറി, സബ് ട്രഷറിയാണ്. അപ്പോൾ അതിനോട് ചേർന്നിരിക്കുന്നതാണ് ഈ ഷോപ്പ്. ഒരുപാട് എല്ലാ സാധനമുണ്ട്, നല്ലതാണ് ഗെയ്സ്. ചായ അടിപൊളിയായിരുന്നു, കടിയൊക്കെ ഉണ്ടായിരുന്നു ഗെയ്സ്. നമ്മൾ സ്ഥിരം അവിടെ നിന്ന് വരുന്നതാണ്, നല്ല മാമനാണ് ഗെയ്സ്. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ നിന്ന് നല്ല വടയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരികാനുള്ള പരിപാടിയാണ്. മമ്മി കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ട് പടക്കുന്നുണ്ട്. ഫൈനലി നമ്മളൊരു തുണിക്കടയിൽ വന്നിരിക്കുകയാണ് ഗെയ്സ്. മമ്മിക്ക് ഒരു ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാണ്. ഇവിടെ കരമനയുള്ള രേവതി ടെക്സ്റ്റൈൽസിലാണ് ഗെയ്സ്. നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ നിന്ന് കട്ട പോസ്റ്റായിരുന്നു. അങ്ങനെ നമ്മളിവിടെ വന്നിരിക്കുകയാണ്. അവർക്ക് ഈ തുണിയൊക്കെ എടുത്ത് കുറേ എടുത്ത് നമുക്ക് ഡിസ്പ്ലേ കാണിക്കാൻ ഇത്തിരി പാടും കാര്യങ്ങളൊക്കെയാണ്. ഒരു മടക്കിയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് തന്നെ തിരിച്ച് മടക്കിയൊക്കെ വെക്കാനുള്ള സെറ്റപ്പിൽ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഗെയ്സ്. സെലക്ഷൻ ഒന്നും കാര്യമില്ലല്ലോ, നമുക്ക് ഇഷ്ടപ്പെടണ്ടേ. നമുക്ക് ഇഷ്ടപ്പെടാനായിട്ട് മാമ എല്ലാം എടുത്ത് അടിച്ച് വയ്ക്കുന്നുണ്ട്. നമുക്ക് 2-3 കളറൊക്കെ ഇഷ്ടപ്പെട്ട് ഫൈനലി പറഞ്ഞാൽ സെലക്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഒന്നും ഒത്തില്ല, ആയി പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പ് കൊള്ളാം ഗൈസ്, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് പേഴ്സണലി നമുക്ക് മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്കങ്ങനെ സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം ഇത് വലിയ ഗ്ലേസിങ് കാര്യങ്ങളൊന്നുമില്ല. ഈ സീക്വൻസൊക്കെ ഉണ്ടെങ്കിൽ നല്ല പൊളിയായിരിക്കും. ഇത്തിരി കൂടെ എടുപ്പായിട്ട് കാണിക്കും. നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ജെൻസിനായാലും ലേഡീസിനെയൊക്കെ നല്ല ആപ്റ്റായിട്ടുള്ള ഡിസൈൻസൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് ഇതെടുത്ത് മെനക്കെടുത്താനുള്ള ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൈനലി നമ്മളിത് എടുത്തിരിക്കുകയാണ് ഗൈസ്. ഇത് നല്ലൊരു ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അമ്മയെ ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട്. കൊള്ളാം, നല്ല തുണിയാണ്. ആമ ഇതിൻ്റെ വില തപ്പി പിടിക്കുകയാണ്. എന്നെങ്കിലും നടക്കാൻ ഇത്രേ ഉള്ളൂ. നമ്മൾ മാക്സിമം വീഡിയോസ് സപ്പോർട്ട് ചെയ്യാം.